എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പൊതുവേ റിവിഷൻ ദിവസമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ഡെയിലി ടെസ്റ്റിൻ്റെ റിവിഷനാണ്. വളരെ പെട്ടെന്ന് തന്നെ 50 ചോദ്യങ്ങളുടെ റിവിഷനാണ്. നമുക്കത് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രഥമ ലോക കേരള സഭയുടെ വേദി ഏത്? ട്രിവാൻഡ്രമാണ്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ആയിരുന്നു 2018 പ്രഥമ ലോക കേരള സഭയുടെ വേദി എന്ന് പറയുന്നത്. കൽപ്പാത്തി സമരം നടന്ന ഏത് ജില്ലയിലാണ്? പാലക്കാടാണ് കൽപ്പാത്തി സമരം നടന്നത്. അടിമകളുടെ അടിമ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഒരു ഡൽഹി സുൽത്താനേറ്റ് റൂളറാണ് ഇൽത്തുമിഷ്. അടിമകളുടെ അടിമ. അമരകോശത്തിൻ്റെ രചയിതാവ് ആരാണ്? അമരസിംഹനാണ് അമരകോശത്തിൻ്റെ രചയിതാവ്. വചന സാഹിത്യം ഏത് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കന്നഡ ഭാഷയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വചന സാഹിത്യം. ബക്സാർ യുദ്ധ സമയത്ത് മുഗൾ ഭരണാധികാരി ആര്? ബക്സാർ യുദ്ധം 1764 ഷാ ആലം II ആണ് ആ സമയത്തെ മുഗൾ ഭരണാധികാരി. ബക്സാർ യുദ്ധത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ബക്സാർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിൻ്റെ മുഴുവൻ ഭരണം ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുദ്ധമാണ് 1764. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇവിടെ? 1961 ബെൽഗ്രേഡിലാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1961 ബെൽഗ്രേഡിലാണ്. ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്. സ്റ്റേറ്റ്മെൻറ്റാണ്. യെസ് ഓർ നോ ആണ്? യെസ്. യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. ഹിമാലയം ഒരു മടക്ക് പർവ്വതം തന്നെയാണ്. 10 ബന്നാർഘട്ട നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ബന്നാർഘട്ട ദേശീയ ഉദ്യാനം കർണാടകയിലാണ്. ഒരു സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റിലേക്ക് കിടക്കുകയാണ്. ഏത് ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലത്താണ് ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം? 2004 മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏത്? ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി. ഇന്ത്യയിലെ ആദ്യ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ചെക്ക് പോസ്റ്റ് വാളയാറാണ്. നബാർഡിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. സത്പുര നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശാണ്. സത്പുര നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഉത്തര മഹാസമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റ്, അതിൻ്റെ പേരെന്താണ്? ലൂ ആണ്. ഇത് എപ്പോഴും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ കാണുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റിൻ്റെ പേര് ലൂ എന്നാണ്. ഗദ്ദിക എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല ഏത്? വയനാടാണ്. ഗദ്ദിക വയനാട്. ഇനി നമ്മൾ മുമ്പ് ചെയ്തതാണ് നിയമങ്ങൾ, ഇതുപോലെ തന്നെ അത് എനാക്ട് ചെയ്ത വർഷങ്ങളും. 3ാം കൗൺസിൽ ആക്ട്, മോർലി മിൻഡോ റിഫോംസ് എന്ന് വിളിക്കുന്ന 3ാം കൗൺസിൽ ആക്ട് 1909. സെപ്പറേറ്റ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന 3ാം കൗൺസിൽ ആക്ടിലാണ്. 1909. ആധാർ ആക്ട് 2016 എനാക്ട് ചെയ്തത്. ആൻറ്റി ഹൈജാക്കിംഗ് ആക്ട് 2016. അധികം കേട്ട് കാണില്ലാത്തൊരു ആക്റ്റാണ് ആൻറ്റി ഹൈജാക്കിംഗ് ആക്ട് 2016. കോയിനേജ് ആക്ട്, അതായത് കോയിൻസൊക്കെ മിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റാണ് കോയിനേജ് ആക്ട് 2011. ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018. ഇവിടെ ഫിനാൻഷ്യലി തട്ടിപ്പ് നടത്തി ഇവിടുന്ന് പുറത്തേക്ക് പോകാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കണോമിക് ക്രൈംസ് മാക്സിമം കുറക്കാനും അതിന് പണിഷ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട ആക്റ്റാണ് ഈ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. 2018. ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019. അത് മുമ്പ് ചോദിച്ച ചോദ്യമാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആക്ട് 2018. പോക്സോ നിയമം 2012 പോക്സോ. ക്ലിയറായി എഴുതിയില്ല, അതുകൊണ്ടാണ്. FSSI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എപ്പോഴാണ്? 2006. അടുത്ത സെറ്റ് ഓഫ് ചോദ്യം. ബർമ്മ ഇന്ത്യയിൽ നിന്ന് വേർപിരിക്കപ്പെട്ട വർഷം? 1937. പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്ന വർഷം എപ്പോഴാണ്? 1784. ആദ്യ കൗൺസിൽ ആക്ട്, പോർട്ട്ഫോളിയോ സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ കൗൺസിൽ ആക്ട് 1861. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക്. കമ്മ്യൂണൽ അവാർഡ് എന്ന പ്രഖ്യാപനം ഏത് വൈസ്രോയുടെ കാലഘട്ടത്താണ്?
വില്ലിംഗ്ടൺ ആണ്, അത് മുഴുവനായിട്ട് എഴുതിയിട്ടില്ല. വില്ലിംഗ്ടൺ. ഏത് പ്രധാനമന്ത്രി എന്നല്ല കേട്ടോ, ഏതാണ് വൈസ്രോയ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണൽ അവാർഡ് 1932. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. ഷെയർ മൂല്യം കുത്തനെ ഇടിയുന്ന സാഹചര്യം നിലവിലുണ്ട്. RBI ആണ് ഷെയർ മാർക്കറ്റ് സംബന്ധമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇത് സ്റ്റേറ്റ്മെൻറ്റാണ്. RBI ആണോ ഷെയർ മാർക്കറ്റ് സംബന്ധമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 1988 നിലവിൽ വന്നു. 1992 ആക്ട് പാസ്സായി. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. 2022 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ എത്ര ആകെ മെഡലുകൾ നേടി? 61. ഫിയർലെസ് ഗവർണൻസ് എന്ന പുസ്തകം രചിച്ചത് കിരൺ ബേഡിയാണ്. ഫിയർലെസ് ഗവർണൻസ് കിരൺ ബേഡി. പാലാ തണ്ണീർത്തടം മിസോറാമിലാണ്. പാലാ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലാണെന്ന് വിചാരിക്കുന്നത്. പാലാ തണ്ണീർത്തടം മിസോറാമിലാണ്. ശരിയാണ്. അവസാന സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിഫ വേൾഡ് കപ്പ് 2022 വേദിയായ രാജ്യം ഏതാണ്? ഖത്തറാണ്. എത്രാമത്തെ വേൾഡ് കപ്പ് പതിപ്പാണ് ഖത്തറിൽ ഇറങ്ങിയത്? 22ാമത്തെയാണ്. ഫുട്ബോൾ പന്തിൻ്റെ പേര് അൽ റിഹ്ല. 2018 ലോകകപ്പ് ഫുട്ബോൾ വിജയികളാര്? ഫ്രാൻസാണ്. 2018 2022 അല്ല. 2018 ലോകകപ്പ് ഫുട്ബോൾ വിജയികൾ. അത് സാധാരണഗതിയിൽ ചോദിച്ച് കൺഫ്യൂഷൻ ആവരുത്. നന്നായിട്ട് ആ വർഷം ഒന്ന് ഓർത്ത് നോക്കണം. കാരണം 2022 ഫൈനലിൽ കളിച്ചതും ഫ്രാൻസാണ്. അതുപോലെ തന്നെ 2018 ഫൈനൽ കളിക്കുന്ന സമയത്ത് ഫ്രാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2018 റണ്ണറപ്പ് എന്ന് പറയുന്നത് ആരാണ്? ക്രൊയേഷ്യയാണ്. ഇത് ചോദ്യമുണ്ട്. എത്ര തവണ അർജൻറ്റീന കിരീടം നേടി? 3 തവണ നേടി. ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് മെസ്സിയാണ്. ഗോൾഡൻ ബൂട്ട് എംബാപ്പെ, ഫ്രാൻസിൻ്റെ എംബാപ്പെ, കിലിയൻ എംബാപ്പയാണ് നേടിയത്. എത്ര ടീമുകൾ പങ്കെടുത്തു? 32 ടീമുകൾ പങ്കെടുത്തു. ലോകകപ്പ് സെമിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യം? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. മൊറോക്കോ. 2018 വേൾഡ് കപ്പിൻ്റെ റണ്ണറപ്പ് 2018 വീണ്ടും ചോദിച്ചിരിക്കുന്നത് ക്രൊയേഷ്യ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വെച്ചാൽ 2022 അർജൻറ്റീന വേഴ്സസ് ഫ്രാൻസ് ആയിരുന്നു ഫൈനൽ. 2018 ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ ആയിരുന്നു. 2018 ഫ്രാൻസ് ജയിച്ചു. 2022 അർജൻറ്റീന ജയിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഞായറാഴ്ച റിവിഷൻ എന്ന് പറഞ്ഞ് ഈ സെഷനിലുള്ളത്. 50 ചോദ്യം ഏകദേശം വളരെ പെട്ടെന്ന് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഓക്കെ ബൈ, ടേക്ക് കെയർ.